ഹായ് എവ്രിവൺ, ഞാൻ അസ്ര ഫാത്തിമ. ഞാൻ ഷാജൻ സ്കൂളിൽ 4th ഗ്രേഡിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞാനൊരു മാർബിൾ ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ പാല്, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ്, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, പിന്നെ 50 ഗ്രാം ബട്ടർ, പിന്നെ ഞാൻ 10 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ടുണ്ട്, പിന്നെ 3 മുട്ട. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മാർബിൾ ടീ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് മൈദ, ബേക്കിംഗ് സോഡ, പിന്നെ ബേക്കിംഗ് പൗഡർ ഒക്കെ കൂടിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഇനി നമുക്ക് ബട്ടറും പിന്നെ പൗഡർഡ് ഷുഗറും കൂടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൗഡർഡ് ഷുഗർ ഇട്ട് കൊടുക്കാം. ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളെ പൗഡർഡ് ഷുഗറും പിന്നെ ബട്ടറും കൂടിയിട്ട് നല്ല ക്രീമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചുലറ്റ് മിക്സ് ചെയ്യാം. ഈ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 3 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ഒരെണ്ണം ചോക്ലേറ്റ് ഫ്ലേവറും പിന്നെ വാനില ഫ്ലേവറും. കേക്കിൻ്റെ ബാറ്റർ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചോക്കോ ഫ്ലേവേർഡ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ടിന്നിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് വാനില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ഫ്ലേവർ ഇട്ട് കൊടുക്കാം. ഈ മെത്തേഡിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവൻ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്യാം. എന്നിട്ട് ടൂത്ത് പിക്കായിട്ട് പാറ്റേൺസ് വരച്ചു കൊടുക്കാം.
നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഓവനിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് 180 ഡിഗ്രിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് 35 to 40 മിനിറ്റ്സ് വെച്ചു. അപ്പോൾ നമ്മൾ മാർബിൾ ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് ടേസ്റ്റ് നോക്കാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രസം കേട്ടോ. സൂപ്പർ. അപ്പോൾ നിങ്ങൾ